പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവന്ദനം. ആത്മമന്ന എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഹെസ്കേൽ പ്രവചനം 34 അധ്യായം അതിൻ്റെ 29 വാക്യം. അവർ ഇനി ദേശത്ത് പട്ടിണി കിടന്ന് നശിക്കുകയില്ല, ജാതികളുടെ നിന്ന ഇനിയും വഹിക്കുകയുമില്ല. 34 ഹെസ്കേൽ ചാപ്റ്റർ 34 വേഴ്സ് 29. അവർ ഇനിയും ദേശത്ത് പട്ടിണി കിടന്നു എന്ത് ചെയ്യുന്നില്ല, മരിക്കുകയില്ല, നശിക്കുകയില്ല എന്ന് പറയുന്നു. അടുത്ത ഭാഗം പറയുന്നു, എന്താണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? ജാതികളുടെ നിന്ന ഇനിയും വഹിക്കുകയുമില്ല. ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തം, ഇസ്രായേൽ ജനത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ മക്കളെക്കുറിച്ചൊരു വാഗ്ദത്തം. ഇനിയും എന്താണ്? നിന്ന വഹിക്കുകയില്ല. പട്ടിണി കിടന്ന് ദേശത്ത് പട്ടിണി കിടന്ന് നശിക്കുകയില്ല. അപ്പോൾ പട്ടിണി 2 നിലയിലുണ്ട്. ഒന്ന്, നിങ്ങളുടെ ശൂന്യമാകില്ല, നിങ്ങളിൽ നിന്ന് ഒന്നും കുറഞ്ഞു പോകുകയില്ല. 2, അവിടെ വിശപ്പിനെക്കുറിച്ചും. അടുത്ത കാര്യം, അവർക്ക് ഉണ്ടാകുന്ന വിളവിനെക്കുറിച്ച്, അവർക്ക് ഉള്ള നന്മകളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതൊന്നും നശിച്ചു പോകത്തില്ല. ഇന്ന് പ്രഭാതത്തിൽ എത്ര പേര് ഒന്ന് വിശ്വസിക്കുവാനായിട്ട് തയ്യാറുണ്ട്? ദൈവം എന്നോട് പറയുന്നൊരു വാഗ്ദത്തം ഞാൻ വിശ്വസിക്കുന്നു. പട്ടിണി കിടന്ന് നശിക്കുകയില്ല. അടുത്തത്, ജാതികളുടെ നിന്ന വഹിക്കുകയില്ല. അപ്പം ജാതികൾ അവരെ നോക്കി വെല്ലുവിളിച്ചു, എന്ത് ചെയ്തു? വിരൽ ചൂണ്ടി അവരെ നിന്ദിച്ച് പരിഹസിച്ച് തള്ളിയ സമയം. അപ്പോൾ ഇന്ന് പകലിലും ആത്മാവ് നമ്മോട് പറയുകയാണ്, ഇനിയും നിങ്ങൾ നിന്ന വഹിക്കുകയില്ല. ഏതൊക്കെയോ നിന്ന ഒത്തിരി വഹിച്ചു അല്ലേ? 2020, 2021, 2022 ഇങ്ങനെ ജീവിതത്തിലെ പല വിധത്തിൽ 2023 ഒക്കെ നമ്മളിങ്ങനെ നിന്ദകളെ വഹിച്ച ചില സമയങ്ങളാകാം. എന്നാൽ ഇന്ന് പ്രഭാതത്തിലും ദൈവജനത്തിലൂടെ നമ്മോട് ഇടപെടുന്നു, പ്രിയപ്പെട്ടവരെ, ഇനി നിന്ന വഹിക്കുകയില്ല. ഒന്ന് വിശ്വസിക്കാമോ? നിന്ന വഹിക്കുകയില്ല. കർത്താവ് വചനം പറയുക, ഞാൻ പറയുന്ന വാക്കുകളല്ല. ഈ ലഘു സന്ദേശത്തിലൂടെ ഇന്ന് കഴിഞ്ഞ രാത്രിയിലും നിന്ന വഹിച്ച് ഞാൻ മടുത്തെന്ന് പറഞ്ഞിരിക്കുന്ന, ചിലതിനകത്ത് ഞാൻ ശൂന്യമായി പോകുമോ എന്ന് ഭാരപ്പെടുന്ന വ്യക്തിയോട് ആത്മാവ് ഇടപെടുന്നു, നീ ഇനി നിന്ന വഹിക്കുകയില്ല, പട്ടിണി കിടന്ന് നശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ചില വിളവുണ്ടാകും, ചില നന്മകൾ നിനക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തും. വിശ്വാസത്തോടെ പറ, ഇനിയും ജാതികളിൽ നിന്ന് ഞാനും എൻ്റെ തലമുറയും വഹിക്കുകയില്ല. ദൈവം ഞങ്ങളെ മാനിക്കും, ദൈവം കുഞ്ഞതിനെ മാനിക്കും, ദൈവം കുഞ്ഞതിനെ അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണം. വചനത്തിനായി നന്ദി പറയുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഇൻ ജീസസ് നെയിം.